വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് ബാംഗിൾസ് സെറ്റ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. ഇത് ബാംഗിൾ ബേസ് ആണ്. ഇതൊരു സെറ്റ് ആയിട്ടുള്ളതാണ്. പിന്നെ ഇത് 3mm വൈറ്റ് പേൾസ് ആണ്. 3mm. പിന്നെ 3mm മെറ്റൽ ബോൾസ് എടുത്തിട്ടുണ്ട്, മെറ്റൽ ബീഡ്സ്. പിന്നെ ഈ ഒരു നൈലോൺ ത്രെഡ്. പിന്നെ കട്ടിംഗ് പ്ലെയർ. പിന്നെ നമുക്ക് മെഴുകുതിരിയുടെ ആവശ്യമുണ്ട്. ലാസ്റ്റ് ഇത് നമ്മളിത് ചുറ്റി കെട്ടിയാണ് എടുക്കുന്നത്. ലാസ്റ്റ് ഒന്ന് ഉരുക്കി കൊടുക്കേണ്ട ആവശ്യമുണ്ട്, ഫൈനായിട്ടുള്ള മെഴുകുതിരി. അപ്പോൾ ഇത്ര ഐറ്റംസ് മതി. സിമ്പിൾ ആയിട്ട് നമ്മൾ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പ് ഇത് ഞാൻ മേക്ക് ചെയ്ത ജിമിക്കായാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കണ്ടിട്ട് വരണേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് ഞാൻ ആദ്യം സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ ബീഡ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ നൈലോൺ ത്രെഡ് ഞാൻ ഇത്രയും ലെങ്ത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് ഞാനൊരു ഗോൾഡ് മെറ്റൽ ബീഡ്സ് ഇടുകയാണ്. അതിനുശേഷം 4 വൈറ്റ് പേൾസ് ഇടുകയാണ്. വൈറ്റ് പേൾസും ഈ മെറ്റൽ ബോൾസും 3mm ആണ്. നാലെണ്ണം ഇട്ടു. പിന്നെ മെറ്റൽ ബോൾസ്. അങ്ങനെ കോർത്തെടുക്കുകയാണ് മൊത്തം. അപ്പോൾ ഞാൻ ഈ ബീഡ്സ് മുഴുവൻ കോർത്തെടുക്കട്ടെ. അപ്പോൾ ഞാൻ മുത്ത് മുഴുവൻ കോർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ബേസിൻ്റെ കറക്റ്റ് അളവിലാണ് ഞാൻ ഈ മുത്ത് ഇതുപോലെ മാച്ച് ചെയ്തിട്ടാണ് ഇത്രയും മുത്ത് കോർത്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിത് ബേസിലോട്ട് അറ്റാച്ച് ചെയ്യണം. അപ്പം ഈ മുത്ത് ഒരു സൈഡിലോട്ട് ഇങ്ങനെ കൊണ്ടുവരണം. അതായത് ഇവിടെ ഒരു സൈഡിൽ വെച്ച് നീട്ടി ഇട്ടേക്കണം നൂല്. കാരണം അത് നമുക്ക് ആ സൈഡ് വെച്ചിട്ട് നമുക്ക് ചുറ്റി കെട്ടി എടുക്കേണ്ടതാണ്. അതിന് വേണ്ടിയിട്ടാണ് ഒരു സൈഡ് നൂല് നീട്ടിയിടാൻ പറയുന്നത്. ഇത് ഇത്രയും ഒന്ന് ടൈറ്റാക്കി കെട്ടുക. ഒത്തിരി വലിച്ചു മുറുക്കി കെട്ടണ്ട. ഒരു കെട്ടും കൂടെ ഇട്ട് ഒന്ന് ലോക്ക് ചെയ്യുക. ഇങ്ങനെ. ഇനി നമുക്കിത് ബേസിലോട്ട് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഈ ഇരുവശങ്ങളിലുള്ള ത്രെഡ് നമ്മൾ ഈ ഏതെങ്കിലും ഒരു ഹോളിലോട്ട് നമ്മൾ കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് ഇങ്ങനെയൊന്ന് ചുറ്റിയെടുത്താൽ മതി. ഇതേപോലെ. ഇനി നമ്മൾ ചെയ്യുന്നത് ആ നീട്ടിയെടുത്തിരിക്കുന്ന ത്രെഡ് ഉണ്ടല്ലോ, അത് നമ്മൾ ഈ കോർത്തെടുത്തിട്ടുള്ള ഹോളിന് തൊട്ടടുത്തുള്ള
ഹോളിലോട്ട് ഇതാ ഇങ്ങനെ വെളിയിലോട്ട് ആ ത്രെഡിനെ കോർത്തെടുക്കണം. ഇതാ ഇതേപോലെ പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് ഇതാ ഇങ്ങനെ കൊണ്ടുവന്ന് ഇതാ മറുവശത്തേക്ക് തിരിച്ച് അകത്തേക്ക് അതേ ഹോളിൻ്റെ അകത്തേക്ക് തിരിച്ച് കോർക്കുക. ഇതാ അപ്പം ആ ഭാഗം അവിടെ ലോക്കാവും. ഇതേപോലെ ഈ ചുറ്റുമുള്ള മുഴുവൻ ഹോൾ വഴിയും നമ്മൾ ഈ ബീഡിനെ ഇതേപോലെ കോർത്ത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ദാ ഞാൻ ഈ ഒരു ഹോളിൽ നിന്ന് തൊട്ടടുത്തുള്ള അടുത്ത ഹോളിലേക്കാണ് ഇനി ആ ത്രെഡിനെ കോർക്കുന്നത്. പുറത്തേക്ക് കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ദാ ഇതേപോലെ ഇതേപോലെ വെളിയിൽ കൊണ്ടുവന്നു ഇതേപോലെ തിരിച്ച് ആ ബീഡ് കോർത്തിട്ടുള്ള ആ ത്രെഡിന് മേലെ കൂടെ വെച്ചിട്ട് തിരിച്ച് അതേ ഹോളിലൂടെ അകത്തേക്ക് കോർത്തെടുക്കുന്നു. ഇതേപോലെ മുഴുവൻ നമ്മൾ ചെയ്തെടുത്തിട്ട് കാണിക്കാം. അപ്പോൾ ഇതാ ഞാൻ മൊത്തം കോർത്ത് കഴിഞ്ഞു. ഇവിടെ ഞാൻ കെട്ടിട്ടു. ഇനി ഈ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്നത് ഒന്ന് കട്ട് ചെയ്യുക. ജസ്റ്റ് ഒന്ന് മെഴുകുതിരി വെച്ച് ജസ്റ്റ് ഒന്ന് അതിൻ്റെ അറ്റമൊന്ന് ഉരുക്കി ഒന്ന് പതുക്കെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പം ഈ ത്രെഡ് അഴിഞ്ഞു പോകാതെ അവിടെ ഇരുന്നോളൂ. അപ്പോൾ ഇത് ഫിനിഷായി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഈ ഒരു ബാംഗിൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ അതിലെ സെറ്റും കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സെറ്റ് സാരി അല്ലെങ്കിൽ പട്ടുപാവാടയുടെ കൂടെ നന്നായിട്ട് മാച്ച് ചെയ്ത് പോകുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ വൈറ്റ് ബീഡ്സിന് പകരം നമുക്ക് കരിമണിമാലയുടെ സെറ്റ് വേണം ഉണ്ടാക്കാം. ബാംഗിൾസ് കരിമണിയും അതുപോലെ തന്നെ ഈ ഗോൾഡൻ ബീഡ്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം. അതല്ലെങ്കിൽ ജസ്റ്റ് ഗോൾഡ് വളയുടെ സൈഡിലായിട്ട് നമുക്കിത് പെയർ ചെയ്ത് ഇട്ടാൽ നല്ല ഭംഗിയുണ്ട്. ഇത് ഒറ്റവളയായിട്ടും ഇടാം. ഇതിപ്പോൾ സെറ്റായിട്ട് എനിക്ക് ബേസ് കിട്ടിയത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയതേ ഉള്ളൂ. ഇത് നമ്മൾ സിമ്പിളായിട്ട് ചെയ്തിരിക്കുന്നതാണ്. പേൾസ് വെച്ചിട്ട് സിമ്പിളായിട്ട് ചെയ്തിരിക്കുന്നതാണ്. നമുക്ക് വേറെ ഏത് ബീഡ്സ് വെച്ചിട്ടായാലും നമുക്ക് വേറെ പാറ്റേണിൽ ബീഡ്സ് വർക്ക് ചെയ്ത് ത്രെഡിലോ അല്ലെങ്കിൽ ഇതേപോലെ നൈലോൺ ത്രെഡിലോ നമുക്ക് ചെയ്തെടുത്തിട്ട് ഇതേപോലെ നമുക്ക് ബാംഗിൾ ബേസിൽ ചുറ്റി ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ബൈ.